ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഗോബി मंचूरियन ആണ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. आज हम बनाने जा रहे गोभी मंचूरियन. दिखाएंगे कैसे. നമുക്ക് कॉलीफ्लावर എടുക്കാം. इसके लिए फूल लेना है. कटिंग करके निकाल देंगे. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇലയെല്ലാം ഞാൻ അടുത്ത് കളഞ്ഞിട്ടുണ്ട്. इसका पत्ता सब निकाल दिया. इसका अभी पेटल्स निकालना है. നമുക്ക് ഇതേപോലെ നമുക്ക് അടുത്ത് എടുക്കാം. सब पेटल्स निकाल देंगे. कॉलीफ्लावर एല്ലാം ഞാൻ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. मीडियम साइज में काट के रखा है. अभी नमक और हल्दी पानी रखा है, इसमें डालेंगे. ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 15 മിനിറ്റ് ഇട്ട് കൊടുക്കാം. 15 മിനിറ്റ് വെക്കേണ്ടി. മഞ്ഞളും ഉപ്പും ഇട്ട വെള്ളത്തിൽ നിന്ന് മാറ്റി നല്ലതായിട്ട് കഴുകി ഞാൻ വെച്ചിട്ടുണ്ട്. हल्दी पानी से निकाल के अच्छे से धो के रखा है. पैन ഞാൻ വെള്ളം വെച്ചിട്ട് തിളച്ചിട്ടുണ്ട്. पैन में पानी रख के अच्छे से बॉईल हो गया. इसमें थोड़ा नमक डालेंगे. नमक ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള. धो के रखा है कॉलीफ्लावर इसमें डालेंगे. നമുക്ക് ഇത് കോളിഫ്ലവർ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് തിളച്ചതിന് ശേഷം ഇട്ടിട്ട് അടുത്ത നല്ലൊരു തിള വരുമ്പോൾ നമുക്ക് ഇതൊന്ന് എടുക്കണം. अच्छे से पानी बॉईल हो गया था और एक बार भी अच्छे से बॉईल होने से निकाल देंगे. നല്ല കോളിഫ്ലവർ ഇട്ടിട്ട് 1 മിനിറ്റ് ആയി. നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. अच्छे से बॉईल हो गया. 1 मिनट हो गया. निकाल देंगे. നമുക്ക് ഓഫ് ചെയ്ത് ഒന്ന് എടുക്കാം. ठंडा होने के लिए रखेंगे. നമുക്ക് ഇനി ഒരു ബാറ്റർ ഉണ്ടാക്കാം. अभी थोड़ा बैटर बनाएंगे. 3 टेबल स्पून कॉर्नफ्लोर എടുത്തിട്ടുണ്ട്. 3 टेबल स्पून कॉर्नफ्लोर लिया है. मैदा 3 टेबल स्पून वो डालेंगे. 1 टेबल स्पून राइस फ्लोर. 1 टेबल स्पून അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുക്കാം. इसके लिए थोड़ा नमक डालें. നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു ബാറ്റർ ഉണ്ടാക്കാം. इसके लिए थोड़ा पानी डाल के बैटर बनाएंगे. थोड़ा थोड़ा डाल दीजिए. पतला बैटर बनाना है. ഒത്തിരി കട്ടിയില്ലാത്ത ബാറ്റർ വേണം നമുക്കിത് ഉണ്ടാക്കാൻ. നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെയായിരിക്കണം. ഒട്ടും കട്ടിയില്ലാതെ എടുക്കണം. एकदम पतला वाला बना दीजिए. കോളിഫ്ലവർ നമുക്ക് ബാറ്ററിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ ബാറ്റർ में डालेंगे. ഇത് ഇളക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായി. വലിയ പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. थोड़ा मिक्स करने के लिए थोड़ा मुश्किल है. दूसरा एक बड़ा बर्तन में डालेंगे. मिक्स ചെയ്തെടുക്കാം. हम डाल रहे 2 टेबल स्पून कॉर्नफ्लोर. ഇതിനകത്തോട്ട് നമുക്ക് ഇനി മുകളിലോട്ട് 2 टेबल स्पून कॉर्नफ्लोर കൂടി ഇട്ട് കൊടുക്കാം. अभी 2 टेबल स्पून कॉर्नफ्लोर भी डाल के अच्छे से मिक्स करना है. कॉलीफ्लावर में നല്ല കോട്ടിംഗ് ആയിട്ടുണ്ട്. कॉलीफ्लावर में अच्छा कोटिंग हो गया. अभी फ्राई करना है. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അകത്തെ ഇട്ട് കൊടുക്കണം. थोड़ा अलग अलग डाल दीजिए. मीडियम फ्लेम में डाल के फ्राई करना है. നമുക്കിതൊന്ന് താഴെ നിന്ന് ഇളക്കി വിടാം. नीचे से थोड़ा निकाल देंगे. നമ്മുടെ കോളിഫ്ലവർ ഹാഫ് ഫ്രൈ ആയി കഴിഞ്ഞ് നമുക്ക് ഈ സമയത്ത് എടുക്കണം. अभी हाफ फ्राई हो गया. ये टाइम में थोड़ा निकालना है. कॉलीफ्लावर हाफ फ्राई ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. कॉलीफ्लावर हाफ फ्राई करके रखा है और हम लोग मसाला बनाने का है. 2 स्पून എണ്ണ ഒഴിച്ച് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. പാൻ में 2 टेबल स्पून तेल डाल के तेल भी गर्म हो गया. अभी 2 टेबल स्पून लहसुन 2 टेबल स्पून വെളുത്തുള്ളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. थोड़ा फ्राई करना है. अदरक 2 टेबल स्पून രണ്ടും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. दोनों मिला के थोड़ा फ्राई करना है. पचमड़ी इट കൊടുക്കുക. थोड़ा हरी मिर्च डालना है. 3 സബോളയാണ് ചെറുതായിട്ട് അരിഞ്ഞ്. 3 प्याज छोटा छोटा काट के रखा है. वो भी डालना है. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സബോളയും വന്നു കഴിഞ്ഞ് प्याज भी थोड़ा फ्राई हो गया. अभी डालना है कैप्सिकम. നമുക്ക് कैप्सिकम 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞാണ്. कैप्सिकम 2 छोटा छोटा काट के रखा है. अच्छे से मिलाना है. सोया सॉस 2 टेबल स्पून इट കൊടുക്കാം. सोया सॉस 2 टेबल स्पून डाल दीजिएगा. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് थोड़ा फ्राई करना है. 2 टेबल स्पून सोया सॉस ഇട്ടതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലേ അതിൻ്റെ സോയാ സോസിൻ്റെ നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. सोया सॉस डाल के 2 मिनट थोड़ा अच्छे से फ्राई कर दीजिए. तब तो अच्छा टेस्ट आ जाएगा. सोया सॉस 2
टीस्पून इट കൊടുക്കാം 2 टीस्पून शेजवान सॉस डालेंगे 1 टेबल स्पून टमाटो सॉस डालना है 1 टेबल स्पून टमाटो सॉस കൂടി ഇട്ട് കൊടുക്കുക अच्छे से मिला दीजिए നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ മസാല ഉണ്ടാക്കിയത് ഞാൻ ഓഫ് ചെയ്ത് മാറ്റി വെച്ചു मसाला बना के रखा है ऑफ करके रखा है अभी दोबारा फ्राई करना जा रहे हैं ഇത് ഞാൻ രണ്ടാമത് ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് നല്ല ഡ്രൈ ആയിട്ടുള്ള മഞ്ചൂരിയൻ ആണ് ഉണ്ടാക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് വരണം അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ടാമത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും दोबारा फ्राई करने से एकदम मंचूरियन एकदम क्रिस्पी हो जाएगा तो ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം വറക്കാൻ दोबारा फ्राई करता है हाई फ्लेम में डाल के फ्राई कर दीजिएगा नल्लाയിട്ട് क्रिस्पी ആയിട്ടുണ്ട് अच्छे से क्रिस्पी हो गया अभी निकाल देंगे कॉलीफ्लावर पूरा फ्राई करके रखा है तो नल्ला क्रिस्पी है दोबारा फ्राई करने से एकदम क्रिस्पी हो जाएगा ഞാൻ ഒരു ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഒരു 1 ടീസ്പൂൺ കോൺഫ്ലോർ लिया है हाफ कप पानी डाल के നമ്മൾ അര കപ്പ് വെള്ളം എടുത്ത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ മസാല ഞാൻ പിന്നെ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് മസാല ഗരം होने के लिए रखा है इसमें കോൺഫ്ലോർ डालेंगे നമുക്ക് ഈ കോൺഫ്ലോർ എടുത്ത് വെച്ചിരുന്നത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കാൻ വെക്കാം अच्छे से मिक्स करके बॉईल होने के लिए रखेंगे कॉर्नफ्लोर इट्टिട്ട് നമ്മുടെ मसाला थिक ആയി കഴിഞ്ഞു कॉर्नफ्लोर डाल के हम लोग का मसाला थोड़ा थिक हो गया अभी डालना है 1 टीस्पून विनेगर നമുക്ക് ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം अच्छे से मिक्स करके നമ്മുടെ മസാല റെഡി ആയി കഴിഞ്ഞു നമുക്ക് ഇപ്പോൾ ഇതിനകത്തോട്ട് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം സ്പ്രിംഗ് ഓണിയൻ डालना है कॉलीफ्लावर ഇട്ട് കൊടുക്കാം कॉलीफ्लावर डालना है अच्छे से मिक्स करना है നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്തെടുക്കാം अच्छे से मिक्स करके ऑफ करेंगे ऑफ करके थोड़ा धनिया पत्ता डालेंगे നമുക്ക് മല്ലിയില കുറച്ചിട്ട് കൊടുക്കാം നമുക്കിത് സെർവിങ് ഡിഷിനകത്തോട്ട് മാറ്റാം ഈ സെർവിങ് ഡിഷ് में डालेंगे നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ റെഡി ആയി കഴിഞ്ഞു ഇത് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കിയത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും നമ്മൾ കഴിക്കാനിരിക്കുമ്പോൾ ചൂടോടെ സെർവ് ചെയ്ത് കഴിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റ് ആണ് लोग गोभी मंचूरियन रेडी हो गया सब लोग पसंद करेगा बढ़िया टेस्ट है ड्राई करके हम बनाया है खाने का टाइम एकदम साथ ही साथ गरम गरम सर्व कर दीजिएगा अच्छा लगेगा प्लीज लाइक शेयर एंड सब्सक्राइब थैंक यू फॉर वॉचिंग